focus areas for interview. These are stock questions. ഇന്റർവ്യൂവിന് ഇതിൽ ഏതെങ്കിലും ഒക്കെ ചോദിക്കും. ഫസ്റ്റ് വൺ ഇസ് യുവർ ബർത്ത് പ്ലേസ് ആൻഡ് സ്റ്റേറ്റ്. നിങ്ങൾ എവിടെ ജനിച്ചു, ഏത് സ്റ്റേറ്റ് ജനിച്ചു, അവിടുത്തെ പെക്യുലാരിറ്റീസ് എന്താണ്, അതിനെപ്പറ്റി കുറച്ച് ആർക്കെങ്കിലും ഒക്കെ എന്ന് ചോദിക്കാൻ തോന്നും. നിങ്ങൾ ഇപ്പൊ സുൽത്താൻ ബത്തേരിയിലാണ് ജനിച്ചത്, വയനാട്ടിലാണ് ജനിച്ചതെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പം പെരിയാറിന്റെ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ പെരിയാറിന്റെ അവസ്ഥ എന്താണ്, നിളയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്, മാമാങ്കം നടന്ന സ്ഥലത്താണെങ്കിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പൊ യുവർ ബർത്ത് പ്ലേസ് ആൻഡ് സ്റ്റേറ്റ് എവിടുന്ന്. ഇപ്പൊ സ്റ്റേറ്റ് ഇവിടെ പ്രസക്തമല്ല, എല്ലാവരും കേരളത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ്. അപ്പോ നിങ്ങളുടെ നേറ്റീവ് പ്ലേസിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ നിങ്ങൾ പഠിച്ചു വന്ന സബ്ജക്റ്റ്, നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ്, ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റ്, അതിനെ പറ്റിയൊക്കെ ചോദിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ അത് തിരഞ്ഞെടുത്തു, അതിലെ ഏത് പാർട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾ എടുത്ത ഓപ്ഷണൽ സബ്ജക്റ്റും ഒക്കെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു എപ്പോഴും അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ് ഹോബീസിനെ പറ്റി. നിങ്ങൾ വലിയ വലിയ ഹോബീസ് ഒക്കെ എഴുതി കൊടുക്കും, റീഡിങ്, റൈറ്റിംഗ്, ദെൻ ട്രാവലിംഗ്, ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കും. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവസാനം ബുക്ക് എന്ന റീഡിങ് നിങ്ങളുടെ ഹോബിയാണ്, പക്ഷെ എന്നാ നിങ്ങൾ പുസ്തകം വായിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ വർഷമാണ് അവസാനം ഒരു പുസ്തകം വാങ്ങിച്ചെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഹോബി എന്ന് പറയുന്നതിന് ഒരു പ്രസക്തി ഇല്ലാതായിപ്പോ. ദെൻ അബൌട്ട് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോയിരുന്നപ്പോൾ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. അമ്മ ISROയിലാണ് ജോലി ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ അല്ല ISROയില് ജോലി ചെയ്യുന്ന അമ്മയുടെ ISROയിലെ പുതിയ പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ പുതിയ പ്രോജക്റ്റ് എന്താണ്, അമ്മയുടെ ജോലി എന്താണ്. മകൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നൊക്കെയാണ്. മിക്കവാറും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരിതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ അമ്മ എന്ത് ചെയ്യുന്നെന്നോ, അമ്മ ഇപ്പൊ എടുത്തിരിക്കുന്ന പ്രോജക്റ്റ് എന്താണെന്നോ, അച്ഛനെ ലാസ്റ്റിൽ പ്രൊമോഷൻ കിട്ടിയതിന്റെ ഡെസിഗ്നേഷൻ എന്താണെന്നോ അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ലെവൽ, ഒന്നിനോടുള്ള ഒരു താല്പര്യം വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നിങ്ങളുടെ ഒരു ജോബ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ മനസ്സിലാക്കാൻ ജോബ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഗവൺമെന്റ് ജോബ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി, അവിടെ ഉണ്ടായ എന്തെങ്കിലും പ്രത്യേകതകളെ പറ്റിയൊക്കെ നിങ്ങളോട് ചോദിക്കാൻ പറ്റും. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ്, ഇത് സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ കറണ്ട് അഫേഴ്സ്, ഇപ്പൊ ഇന്ന് അടുത്ത കാലത്ത് വന്ന എന്തെങ്കിലും ഇഷ്യൂസിനെ പറ്റിയോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ പറ്റിയോ, അല്ലെങ്കിൽ ഇപ്പോ ഒക്കെ പുതിയ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്, അതിനെ പറ്റിയൊക്കെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഒരു ചോദ്യമാണ്, അത് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് സ്റ്റോക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ഈ കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ട് പോയാൽ പ്രയോജനപ്പെടുള്ളൂ. ദെൻ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനെപ്പറ്റിയൊക്കെ ചോദിക്കാം. അപ്പൊ ഈ ഒരു 10-12 കാര്യങ്ങൾ എല്ലാവരോടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ആണ്. ഇതൊരു സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യനും ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്ന് നന്നായിട്ട് പിടിച്ചു നിന്നാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ ഈ 10 കാര്യങ്ങളെ പറ്റിയും ജസ്റ്റ് ഒരു ബുക്കിനകത്ത് എഴുതി, നിങ്ങൾ ജനിച്ച സ്ഥലം, അതിന്റെ പ്രത്യേകത, നിങ്ങളുടെ പേരിന്റെ പ്രത്യേകത, ഇതൊക്കെ ഒരു ബുക്കിനകത്ത് എഴുതി അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് എഴുതി അത് നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ ഭംഗിയായിട്ട് നല്ലപോലെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടും സാധിക്കും. ഇനി ഇപ്പൊ ജനറൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എത്തിക്സിന്റെ തലങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് നിങ്ങൾ എങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് സൈഡ് കേറ്റർ ചെയ്യും, എഫക്റ്റീവ് ആകും എന്ന് ഞാൻ പറഞ്ഞു. അറിയാം എന്നുള്ളതല്ല, ആദ്യം ആര് അത് പ്രയോഗിക്കുന്നു, എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ തിങ്ക് റാഷണലി, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന്റെ റീസൺസ്, മൈൻഡ്ഫുൾ ആകണം. ബി എ മൈൻഡ്ഫുൾ ലിസണർ. അവർ ചോദിക്കുന്നത് എന്താണെന്ന് പലർക്കും ക്വസ്റ്റ്യൻ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നു. അപ്പോ പാനിക് ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക, കേട്ടിട്ട് ആങ്കർ ചെയ്യുക, എന്താണ് ചോദിക്കുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ എന്ത് ചെയ്യുന്നറിയോ, ഹൗ വെൽ യു ക്യാൻ ഫോക്കസ്, ആങ്കർ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു വലിയ ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറയാൻ പറ്റും. നിങ്ങൾ ആ ചോദ്യത്തിനകത്തെ ഫോക്കസ് ചെയ്യേണ്ട സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. പശ്ചിമഘട്ടത്തെ പറ്റിയോ
അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇവിൽസിനെ പറ്റിയൊക്കെ പല സംഭവങ്ങളും പറഞ്ഞിട്ട് ചോദിക്കുന്നത് വേറൊരു തലമായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ സംഭവങ്ങളുടെയൊക്കെ കൂടെ കിടന്ന് കറങ്ങിയാൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മൈൻഡ്ഫുൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി നല്ല ലാംഗ്വേജ് പഠിച്ചിരിക്കുക. നമ്മുടെ ഭാഷ പലയിടത്തും പല ഭാഷാ ഭേദങ്ങളൊക്കെ ഉണ്ട്, അത് സാരമില്ല. പക്ഷേ നിങ്ങൾ നല്ല ക്ലാസിക് ലാംഗ്വേജ് പഠിച്ചിരിക്കുക, നല്ല വാർത്ത കേൾക്കുക. അപ്പോൾ അതെങ്ങനെയാണ് അവർ ഉച്ചാരണ സ്ഫുടതയോടുകൂടി ഓരോ കാര്യങ്ങളും പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. എവിടാണ് പോസ് കൊടുക്കുന്നത്, എവിടാണ് സെന്റൻസിന് ഒരു നിർത്ത് കൊടുക്കുമ്പോൾ അവരെങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ 2-3 ദിവസം ശ്രദ്ധിച്ചാൽ നല്ല ഭാഷ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഭാഷയുടെ പ്രയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ക്ലാസിക് ലാംഗ്വേജ് പഠിക്കാനും ഈ ഒരു 2-3 ആഴ്ച കിട്ടുന്നിടത്ത്, അത് വലിയ പഠിത്തം എന്ന് പറഞ്ഞാൽ ബുക്ക് എടുത്ത് വെച്ച് ട്യൂഷൻ പഠിക്കുന്ന പോലൊന്നുമല്ല. നല്ല ഭാഷ കൈകാര്യം ചെയ്യുന്ന അവസരങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, കേട്ടാൽ മാത്രം മതി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എഫക്റ്റീവ് ആണ് ഇവിടെ എഫക്റ്റീവ്നെസ് ആണ് ഇവിടെ അളക്കുന്നത്. മൈൻഡ്ഫുൾനെസ് ആണ് കോർണർ സ്റ്റോൺ. മൈൻഡ്ഫുൾനെസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ ബിഗ് 5 ക്വസ്റ്റ്യൻസ് മറക്കാതിരിക്കുക. നൗ ഇനി കമ്മിങ് ടു ദ എത്തിക്സ്. എത്തിക്സ്, ഇന്റഗ്രിറ്റി അതെന്താണെന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതും കൂടെ ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം എത്തിക്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ മെയിന് പഠിച്ചതാണ്. എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം സിവിൽ സർവീസ് പോലും പാസ്സാവുന്ന ദേ ആർ ഹൈലി ഇന്റലിജന്റ്, അവരുടെ IQ ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷെ പലർക്കും ദേ ആർ എഫിഷ്യന്റ് ബട്ട് ദേ ആർ നോട്ട് എഫക്റ്റീവ്. ഒരു IAS ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നോ IPS ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നോ നമ്മൾ ഡിസൈറബിൾ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബിഹേവിയറൽ ഇത് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് എത്തിക്സിന്റെ പ്രസക്തി. ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാള് എത്തിക്സ് ഇല്ലാത്ത ആളാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വെൻസ് അപ്സൈഡ് ഡൗൺ, മുഴുവൻ താറുമാറാകും, സിസ്റ്റമേ താറുമാറാകും. അപ്പോൾ ഇന്റലിജന്റ് പ്ലസ് എത്തിക്സ് ആണെങ്കിൽ ഹി വിൽ ബിക്കം എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. സോ ഇന്റലിജൻസ്, എഫിഷ്യൻസി ഈസ് ദെയർ വിത്ത് എത്തിക്സ്. എത്തിക്സും കൂടെ ആകുമ്പോഴേ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആവുള്ളൂ. നമുക്കറിയാം എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ച് എത്തിക്സ് ഉണ്ടാവണം എന്നില്ല, ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആവണം എന്നില്ല. എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. വർഷങ്ങൾ 20-ാം വയസ്സിൽ ജോലിക്ക് കയറിയതാണ്, 32-ാം വയസ്സിൽ 40-ാം വയസ്സിലാണ് അഡ്മിനിസ്ട്രേറ്റർ ആവണം. എക്സ്പീരിയൻസ് കൂടുതൽ ഉണ്ടെന്നും വിചാരിച്ചും എത്തിക്സ് ഉണ്ടാകണമെന്നില്ല. എൻവയോൺമെന്റ്, ഒരു പോക്കറ്റ് അടിക്കാരന്റെ ചേരിയിൽ നിന്ന് വന്ന ആളാണെന്ന് വിചാരിച്ച അയാൾക്ക് എത്തിക്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ എത്തിക്സ് എന്ന് പറയുന്നത് വാട്ട് ഡസ് ഇറ്റ് മീൻ, അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ടു ബിക്കം എ ഗുഡ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആകാൻ ഈ എത്തിക്സ് എങ്ങനെയാണ് സഹായിക്കുന്നത്. നമുക്ക് വാട്ട് ഇസ് ദ റോൾ ഓഫ് ദിസ് എത്തിക്സ് ഇൻ അവർ പ്രൊഫഷണൽ ലൈഫ്. ഞാനിപ്പോ പറഞ്ഞു മോറൽ ക്വാളിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഈ എത്തിക്സ് ഉള്ളവർക്കാണ് റെസ്പെക്ട്ഫുൾനെസ്, ജസ്റ്റിസ്, കെയർ ഇതൊക്കെ നമുക്ക് കിട്ടും. സോ എത്തിക്സ് എന്ന് പറയുന്നത് തന്നെ മൊറാലിറ്റിയാണ് ഇൻ അവർ ഡെയിലി ലിവിങ്. And it also helps us to judge whether we are giving justice to others. അപ്പൊ എത്തിക്സ് നമുക്ക് ജീവിതത്തിൽ വേണം. ആ എത്തിക്സ് സൊസൈറ്റി സെൻസിനനുസരിച്ച് റൈറ്റ് വേ ഓഫ് ലിവിങ് ആണ്. റൈറ്റ് വേ ഓഫ് ലിവിങ് അവർ ഡെയിലി ലൈഫ്. നമ്മുടെ അനുദിന ജീവിതം നമ്മൾ സൊസൈറ്റിയുടെ നോംസും ഒക്കെ അനുസരിച്ച് റൈറ്റ് വേയിൽ ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഒക്കെയാണ് നമ്മൾ എത്തിക്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കുറെ റൂൾസ് അനുവർത്തിക്കുമ്പോഴേ, പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ, നമ്മുടെ ജീവിതത്തിൽ മൂല്യാധിഷ്ഠിതമാകുമ്പോഴൊക്കെയാണ്. അപ്പൊ ഈ എത്തിക്സ് തന്നെ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, വർക്ക് എത്തിക്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള എത്തിക്സ് ഉണ്ട്. പ്രൊഫഷണൽ എത്തിക്സിനകത്താണ് ജോലിയോടുള്ള ഓണസ്റ്റി, ട്രസ്റ്റ് വർത്തിനെസ്, ദെൻ അത് ട്രാൻസ്പെറൻസി, ഹൈഡ് ചെയ്തൊന്നും ചെയ്യാതിരിക്കുക. ഇനി അക്കൗണ്ടബിലിറ്റി, വേണ്ടടുത്ത് കോൺഫിഡൻഷ്യാലിറ്റി, ദെൻ സബ്ജക്ടിവിറ്റി ഒട്ടുമില്ലാതെ ഒബ്ജക്ടിവിറ്റി, ഒബീഡിയൻസ് ഓഫ് ദ ലോ, ഇതൊക്കെ പ്രൊഫഷണൽ എത്തിക്സിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ലോയെ
ഒബേ ചെയ്യണം എന്നുള്ളത് എത്തിക്സിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ ലോയാലിറ്റി, വിധേയത്വവും രണ്ടും ഇറ്റ് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോ എവിടാണ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത്, കാര്യങ്ങൾക്ക് വിഷമമില്ലാതെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടി വരുന്നത്. വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് വേറെയാണ്. വർക്ക് എത്തിക്സിനകത്ത് വേണമെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് വരും, നമ്മുടെ ടീം വർക്കിന്റെ സ്കിൽസ്, പിന്നെ ഓർഗനൈസേഷണൽ സ്കിൽസ്, നമ്മുടെ പ്രൊഡക്റ്റീവ് സ്കിൽസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പങ്ക്ച്വാലിറ്റി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ക്യാരക്ടർ ഒക്കെ നമ്മുടെ വർക്ക് എത്തിക്സിന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഹൈഡ് ചെയ്ത് നമ്മൾ ഉണ്ടാവണം ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മറക്കരുത്. ഒരു ജോലി കിട്ടിയാൽ ഏത് തരത്തിൽ എനിക്ക് ഓണസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ട്രസ്റ്റ് വർത്തി ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും, ഇതെങ്ങനെ. അപ്പൊ ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് കിട്ടിയാലും ഈ ഒരു പ്രൊഫഷണൽ എത്തിക്സ് എങ്ങനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്, എങ്ങനെയാണ് എനിക്ക് ഒരു തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറാൻ പറ്റുന്നത്, എന്തെല്ലാം ലോ ഉണ്ട് ഈ ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ആ ലോയെ എനിക്ക് എങ്ങനെ ഒബേ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അത് ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലും ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത്. അപ്പൊ എത്തിക്സ് എന്താന്ന് ഞാൻ പറഞ്ഞു, പ്രൊഫഷണൽ എത്തിക്സ്, വർക്ക് എത്തിക്സ് ഒക്കെ ഉണ്ട്. ആ എത്തിക്സിന്റെ കൂടെ തന്നെയുള്ള ഒന്നാണ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മൾ നമ്മുടെ വാല്യൂസും പ്രിൻസിപ്പിൾസും മോറൽസും ഒക്കെ വെച്ച് നമ്മൾ ജീവിക്കുക. ആരും നമ്മളെ ഇഫ് നോ വൺ ഈസ് വാച്ചിങ് യു, വേറെ ആരും നമ്മളെ വാച്ച് ചെയ്യാനില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ വാല്യൂസ്, എത്തിക്കൽ കൺവിക്ഷൻസ് ഒന്നും കളയാതെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇന്റഗ്രിറ്റി. അപ്പോ ഈ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്തയിലോട്ട് പോവാണ്. അപ്പൊ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഫോളോയിങ് മോറൽ എത്തിക്കൽ കൺവിക്ഷൻസ് ഓർ വാല്യൂസ് ആൻഡ് ഡൂയിങ് ദ റൈറ്റ് തിങ് ഇൻ ഓൾ കേസസ്, ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. നിങ്ങൾ വീട്ടിലും ജോലിയിലും പ്രൊഫഷണലിലും സോഷ്യൽ ലൈഫിലും ഒക്കെ നിങ്ങളുടെ സത്യസന്ധത, ഓണസ്റ്റി, പങ്ക്ച്വാലിറ്റി ഒക്കെ റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, ആരും നോക്കാനില്ലാത്തപ്പോൾ പോലും, ആരോടും കണക്ക് പറയേണ്ടതില്ലാത്തപ്പോൾ പോലും നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇന്റഗ്രിറ്റി. അപ്പോ ഇന്റഗ്രിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. ട്രൂ ടു യുവർ സെൽഫ്. ഇപ്പൊ കോപ്പി അടിക്കുക, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ആരും ഇല്ല, ടീച്ചർ അറിയത്തില്ല, കോപ്പി അടിക്കാൻ പറ്റും, ഓൺലൈൻ എക്സാം ആണ്, അപ്പോഴും കോപ്പി അടിക്കാതിരിക്കാനാണെങ്കിൽ യു ഹാവ് ഇന്റഗ്രിറ്റി. ട്രൂ ടു യുവർ സെൽഫ്. നമുക്ക് നമ്മളോട് തന്നെ സത്യസന്ധത, ഡു നത്തിങ് ദാറ്റ് ഡിസോണേഴ്സ് യു. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടറിനെ ഡിസോണർ ചെയ്യുന്ന ഒന്നും ഒരിക്കലും ഏത് അവസ്ഥയിലും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റിയുടെ ഏറ്റവും വലിയ രണ്ട് റിഫ്ലക്ഷൻ ആണ് ഓണസ്റ്റി, ഡിപ്പെൻഡബിലിറ്റി. ഇതൊക്കെ അതിന്റെ ട്രേറ്റ്സ് ആണ്. ഇനി നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെയും ഡിലേമ കൊണ്ടുതരും. ഒരു ആശയക്കുഴപ്പം തന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരും എന്നുള്ളതാണ് ചോദിക്കുന്നത്. യു ഹാവ് ടു ഡിറ്റർമിൻ ദ റൈറ്റ് തിങ് ടു ഡു. ആ ഒരു കൺഫ്യൂഷന്റെ അവസ്ഥയിൽ നിങ്ങൾ ഏത് റൈറ്റ് തിങ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് ചോദിക്കാൻ അവര് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ആൻഡ് അബൌട്ട് യുവർ എത്തിക്കൽ കൺസേൺസ്. ചിലപ്പോൾ അത് സ്ട്രെസ് മാനേജ്മെന്റ് ആകാം, ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് ആയിരിക്കാം. കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ എന്താണ് കോൺഫ്ലിക്റ്റ്? ഇന്റർവ്യൂ ബോർഡിൽ മിക്കവാറും ചോദിക്കുന്നത് പല കോൺഫ്ലിക്ട്സ് ഇട്ട് തരും. എന്താണ് കോൺഫ്ലിക്ട്സ്? ആർക്കെങ്കിലും അറിയാം? കോൺഫ്ലിക്ട്, CONFLICT, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ധന്യക്ക് പറയാവോ? എന്താ കേട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ ഇങ്ങനെ വൺ സൈഡഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാണേ. ധന്യ, കോൺഫ്ലിക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സേവിയർ, ആരെങ്കിലും? ഒരു പ്രശ്ന പരിഹാരം. യെസ്, ഒരു കോൺഫ്ലിക്റ്റ്, ആശയക്കുഴപ്പത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. വെരി ഗുഡ് ജൽഷ, വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ ജൽഷ പറഞ്ഞത് ശരിയാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശയക്കുഴപ്പം, രണ്ട് കാര്യം ഒരുപോലെ നമുക്ക് ഫേവർ ചെയ്യേണ്ട കാര്യമാണ്. എൻ്റെ സ്വന്തം അമ്മാവന്റെ മോൻ ജോലിക്ക് വേണ്ടി വന്നു നിൽക്കുന്നു.
എന്നെ പണ്ട് കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. PSC ഒരു ഒഴിവ് വരുന്നു. അവിടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ ടെസ്റ്റ് എഴുതി പാസ്സായി. അവർ ഈ ഒരു കാര്യം ഇപ്പം 3 സീറ്റേ ഉള്ളൂ, എനിക്കിപ്പോ കിട്ടും, ഞാൻ ഫസ്റ്റ് റാങ്ക് ആണ് സെക്കൻഡ് റാങ്ക് ആണെന്ന് വിചാരിച്ച് 3-4 പേര് അതിനുവേണ്ടി കാത്തിരിക്കുന്നു. സോ ബോത്ത് ആർ പോസിറ്റീവ് ബാലൻസസ്. എന്നെ ആസ് മൈ പേഴ്സണൽ ഇൻട്രസ്റ്റ് എനിക്ക് എൻ്റെ അമ്മാവന്റെ മോനെ കയറ്റുന്നതാണ്, കാരണം എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. ദെൻ ഓൺ ദ അതർ സൈഡ് കോൺഫ്ലിക്റ്റ് എന്ന് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോൺഫ്ലിക്റ്റ്. ഞാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇങ്ങനെ ഒരു സബ്ജക്ടിവിറ്റി ഒരിക്കലും കാണിക്കാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് വാലൻസീസും 2 ഗോൾസും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെയും പിണക്കാൻ പറ്റില്ല, ഇവിടെയും അവർക്കും അതൃപ്തി ഉണ്ടാകാൻ പാടില്ല. ദെൻ there exists a conflict. ആ കോൺഫ്ലിക്റ്റിനെ ഹൗ വെൽ യു ക്യാൻ റിസോൾവ് ഇറ്റ്. ഇപ്പോ നമ്മൾ തൂക്കി നോക്കുമ്പോൾ ഏതാണ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലോ പ്രൊഫഷണൽ എത്തിക്സിനോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഗുഡ് വില്ലിനോ വെൽബീയിങ്ങിനോ ഒക്കെ നിരക്കാത്തത് ഏതാണോ അത് താഴെ. നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പകരം നമ്മുടെ സൊസൈറ്റൽ ഇൻട്രസ്റ്റ്, പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്, ദെൻ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്, ഇതൊക്കെ പടിയിൽ മുകളിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്കൊരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. നിങ്ങളോട് ചിലപ്പം ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ ചോദിക്കും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരത്തെ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുണ്ട് ഉള്ള ആളാണെങ്കിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായ സാഹചര്യം ഉണ്ടോ? എത്തിക്കൽ ഇഷ്യൂസ്, നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസിലാണ്, നിങ്ങളൊരു ഫയല് ഓക്കെ പറഞ്ഞ് ഇട്ടു കൊടുത്താൽ ഒരു 10,000 റുപ്പീസ് ഇങ്ങി തരും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഡിവൈഡ് ചെയ്ത് തരും. നിങ്ങൾ വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലേലും നിങ്ങൾ യു ആർ ലേബിൾഡ് ആസ്, നിങ്ങൾ കറപ്ഷൻ ചെയ്തു എന്ന ലേബലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ യു ഡു? ആ ഒരു കോൺഫ്ലിക്റ്റിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ അത് ചെയ്തു എന്നും കൂടെ പറയുമ്പോൾ നന്നാവും. സോ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആണ് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും നിങ്ങളോട് എത്തിക്സിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെയുള്ളത് വല്ലതും നിങ്ങളുടെ സത്യസന്ധമായിട്ട് പറയണം. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയാനൊന്നും അവർ ആഗ്രഹിക്കില്ല, അങ്ങനെ പറയുകയില്ല. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതിന് നമ്മളൊരു പേര് പറയും, കേട്ടിട്ടുണ്ടോ? നെപ്പോട്ടിസം എന്ന് പറയാം. അപ്പോയിന്റിങ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. പബ്ലിക് പൊസിഷനില് when we avoid merit principle, മെറിറ്റിനെ മറികടന്ന് പബ്ലിക് പൊസിഷൻ നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനുമായിട്ട് കൊടുക്കുന്നതിന്റെ പേരാണ് നെപ്പോട്ടിസം. അപ്പോ നെപ്പോട്ടിസം ഒരു വശത്ത്, പേഴ്സണൽ ഇൻട്രസ്റ്റ് വേറൊരു. ദിസ് ഇസ് എ ഡിലേമ. അപ്പൊ ഈ എത്തിക്കൽ ഡിലേമ വരുമ്പോൾ എങ്ങനെയാണ്, ഏതിനാണ് ലീഗാലിറ്റിക്കും നമ്മുടെ പബ്ലിക് ഗുഡിനും നമ്മുടെ ഇന്റഗ്രിറ്റിക്കും നമ്മുടെ ന്യൂട്രാലിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഉയർത്തേണ്ടത് എന്നുള്ളത് ചിന്തിച്ച് ആൻസർ പറയേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തിങ്ക് അബൌട്ട് ഈസ് ഇറ്റ് ലീഗലി റൈറ്റ്, ഈസ് ഇറ്റ് എത്തിക്കലി റൈറ്റ്, ആം ഐ അബ്യൂസിങ് ദ പ്രിവിലേജസ്, എൻ്റെ പവർ ഞാൻ എൻ്റെ പ്രിവിലേജസ് അബ്യൂസ് ചെയ്യുവാണോ, അതോ എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഇൻഫർമേഷൻ ലീക്ക് ചെയ്താണോ? ഈ കാര്യങ്ങൾ ചിന്തിച്ച് വേണം, ഒരു ബാലൻസ് മൈൻഡോടെ വേണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ പറയാൻ. സോ വർക്ക് വെൻ യു ആർ ഓൺ ദ ക്ലോക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു എത്തിക്സ് ആണ്, നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു സാധനം. വർക്ക് വെൻ യു ആർ ഓൺ ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 4 വരെ ഇഫ് യു ആർ സപ്പോസ് ടു ബി ഇൻ ദ ഓഫീസ്, അങ്ങനെ അവിടെ ഇരിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് പോലും എത്തിക്സിന് എതിരാണ്. അത് വർക്ക് പ്ലേസ് ഇന്റഗ്രിറ്റി ഇല്ലായ്മയ്ക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ കമ്പനി പോളിസീസ് അതിനെ നമ്മൾ മാറ്റിക്കളയുക, ഇതൊക്കെ നമ്മുടെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇന്റഗ്രിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു, എത്തിക്സ് എന്താന്ന് പറഞ്ഞു, അതിന് എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പോ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ചോദിക്കും, വാട്ട് ക്വാളിറ്റീസ് ഡു യു എക്സ്പെക്ട് ടു ബിക്കം ആൻ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റർ? ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററിന് എന്തൊക്കെ നല്ല ക്വാളിറ്റീസ് വേണമെന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രൊഫഷണൽ എത്തിക്സിന്റെ ട്രേറ്റ്സും വർക്ക് എത്തിക്സിന്റെ ട്രേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോ ജനറൽ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ വരുന്നത് എന്താ പറഞ്ഞു, നിങ്ങളുടെ പേരെടുത്ത് വെച്ചിട്ട് പറഞ്ഞു ദിസ് ഇസ് എ വെരി യുണീക് നെയിം, വാട്ട് ഡസ് ഇറ്റ് മീൻ?
നിങ്ങളുടെ പേരിന്റെ ഒരു അർത്ഥം സംസ്കൃതത്തിലായാലും എന്താണെങ്കിലും പഠിച്ചു വെക്കുക. ഇനിയും എഡ്യൂക്കേഷൻ ലെവൽ ഏത് തലം വേണേലും നിങ്ങളോട് ചോദിക്കാം. അണ്ടർ ദ സൺ ഓവർ ദ സീ നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്, എത്തിക്സ്, ഇന്റഗ്രിറ്റി, ദെൻ നിങ്ങൾക്ക് അതിനോടൊരു നെക്സ്റ്റ് കമ്മിങ് ടു ദ ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. വെദർ യു ആർ ഇൻട്രസ്റ്റഡ്, യു ഹാവ് ആൻ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഓൾ ദീസ് തിങ്സ്. നിങ്ങൾക്ക് രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടക്കുന്ന പുതിയ പുതിയ പ്രോജക്റ്റുകളെ പറ്റി, ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾ അതിന്റെ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ടോ, ജഡ്ജ്മെന്റ്സ് നടത്തുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മൊബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില്. അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, വെർബൽ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് പറഞ്ഞു ഫലിക്കാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ള ചായ്വ്, അത് കോമ്പിറ്റൻസിയും കൂടെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആപ്റ്റിറ്റ്യൂഡ് ഇതിനകത്ത് വരുന്നോണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മുടെ നവകേരള മിഷൻ നമ്മുടെ പുതിയ ഗവൺമെന്റിന്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ്. അതെന്നാ ലോഞ്ച് ചെയ്തത്? അതിന്റെ പ്രധാനപ്പെട്ട ഈ ഇനിഷ്യേറ്റീവ് എന്തൊക്കെ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ കീ സെക്ടേഴ്സ്, ഇതെല്ലാം പഠിച്ച് നിങ്ങൾക്ക് അത് നോക്കുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചു എന്നുള്ളതല്ല, പുതിയ പുതിയ നയങ്ങൾ, പുതിയ പുതിയ പോളിസീസ്, പുതിയ പുതിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ആർ യു അവെയർ അബൌട്ട് ഇറ്റ്, ഹൗ വെൽ യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ അതിനോട്ട് ചായ്വുണ്ടോ, വെദർ യു ഹാവ് ആൻ ഇൻക്ലിനേഷൻ. ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചറിന് കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ, കുട്ടികളെ പറ്റി അറിയാൻ, എങ്ങനെ അറിവ് എങ്ങനെ പകരം, എക്സ്പ്ലനേഷൻ, ഇതിലൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ടീച്ചർ ആകാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ഹൗസിംഗ് എല്ലാ കാര്യങ്ങളെ പറ്റിയും നമുക്ക് ഒരു പൊതുവായ ധാരണ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് കാര്യം ഇന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് ക്വസ്റ്റ്യൻസും ചോദിച്ചാൽ ഈ കോർണർ സ്റ്റോൺസ്, ബേസിക് ഫൗണ്ടേഷണൽ വാല്യൂസ് ഉണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്ത് വേണം ഉത്തരങ്ങൾ പറയാനും. നമ്മുടെ മൊറാലിറ്റി, ഹൗ യു പ്രിവെന്റ് അബ്യൂസ് ഓഫ് പവർ, കുറച്ച് എക്സാമ്പിൾ ഒക്കെ തന്നിട്ട് കറപ്ഷൻ ആകാം, ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ദേ ഹാവ് ഡിസ്ക്രിറ്ററി പവേഴ്സ്, ഇങ്ങനെ എത്തിക്സ് ഇല്ലെങ്കിൽ നമുക്ക് ആ പവറിനെ മിസ്യൂസ് ചെയ്യും. ഹൗ യു ക്യാൻ പ്രിവെന്റ് അബ്യൂസ് ഓഫ് പവർ. നിങ്ങളുടെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റ്സിൽ പലരും അവരുടെ പവർ മിസ്യൂസ് ചെയ്യുന്നെന്ന് കണ്ടാൽ വാട്ട് വിൽ യു ഡു ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അന്നേരത്തെ വാട്ട് സെനാരിയോ, നമ്മുടെ ആ ഒരു ഓഫീസിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് അബ്യൂസ് ഓഫ് പവർ നടക്കുന്നതെന്ന് തിരിച്ചറിയുക. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ. ഒരു എന്ത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾ ഈ 5 ഘട്ടങ്ങളിലൂടെ പെട്ടെന്ന് ഒരു റാപ്പിഡ് ഫയർ പോലെ നമ്മൾ ഓടണം. ഒന്ന്, ശരിക്കും അവർ ചോദിച്ച പ്രോബ്ലം എന്താണ് എന്ന് ലൊക്കേറ്റ് ചെയ്യുക. ഫസ്റ്റ് ലൊക്കേറ്റ് ദ പ്രോബ്ലം, എന്താണ് ചോദിച്ചത്. ഇപ്പൊ ശബരിമല പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പം ശബരിമലയിൽ കയറുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ന്യൂട്രാലിറ്റി ഫേസ് ചെയ്തിട്ട് അവിടെ ശരിക്കും എന്താണ് പ്രോബ്ലം, ഐഡന്റിഫൈ ദ ആക്ച്വൽ പ്രോബ്ലം. ദെൻ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ തന്നെ ഷെയർ ചെയ്യാം. സുപ്രീം കോർട്ട് ഇന്ന കാര്യം നിരീക്ഷിച്ചു, ഹൈക്കോർട്ട് ഇന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചു, സർക്കാർ പലതരത്തിലുള്ള പഠനങ്ങളിലൂടെ ഇന്ന കാര്യങ്ങൾ അവർ ഏറ്റവും വാലിഡ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇതെല്ലാം മനസ്സിൽ കരുതി, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പിൻബലത്തിൽ എന്റെ സ്റ്റാൻഡ് ഇതാണ്. സോ ഫസ്റ്റ് ഐഡന്റിഫൈ വാട്ട് ഇസ് ദ ആക്ച്വൽ പ്രോബ്ലം. സെക്കൻഡ് വൺ, നിങ്ങൾക്കറിയാവുന്ന ഡേറ്റാസിനെ ഒക്കെ പ്രസന്റ് ചെയ്യുക. ദെൻ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് പറയുക. ആ സ്റ്റാൻഡ് എടുക്കാൻ കാരണം എന്താണ്. ഒരു കാര്യമുണ്ട്, ഇതെല്ലാം കൂടെ ഒരു എസ്സേ പറയാനല്ല പറഞ്ഞത്, പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ പറയുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ബ്രീഫായിട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ആൻസറും ഒക്കെ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്,
ഇഫ് യു ആർ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ഷുഡ് ഐ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഒരു സർക്കാരിനെതിരായ ഒരു റാലി അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ? നിങ്ങൾ അതിനകത്ത് റാലിയിലോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ, അതോ മാറി നിൽക്കോ, അതോ അവർക്ക് മെമ്മോ കൊടുക്കോ? ഇത് നിങ്ങളോട് ചോദിച്ചാൽ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റിയിൽ ഡിസൈറബിൾ ആയിട്ടുള്ള വാല്യൂ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഒരു ആൻസർ കൊടുക്കാൻ. ഓക്കെ, അപ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ഈ സ്റ്റോക്ക് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കും എന്നുള്ളതിന് ഒരു ഇതുമില്ല. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ബാക്കി നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ ജോലി സ്ഥലത്തെ പ്രത്യേകതകൾ, ഇഷ്യൂസ്, ഗവൺമെന്റിന്റെ പുതിയ കാര്യങ്ങൾ, ഇതിനോടൊക്കെ നിങ്ങൾ വളരെ നല്ലൊരു ഇൻക്ലിനേഷൻ പുലർത്തുകയും അതിനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ പറ്റിയൊക്കെ ചിന്തിക്കുകയും ചെയ്യുക. സോ ആഫ്റ്റർ ഓൾ മൈൻഡ്ഫുൾനെസ്, ഏറ്റവും നല്ലൊരു മൈൻഡ്ഫുൾ ആയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഞാൻ ഇനി 2-3 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എത്തിക്സിനെ ബേസ് ചെയ്താണ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള നിങ്ങളൊരു BDO ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്തെങ്കിലും ആണ്, നിങ്ങൾക്ക് ആ ഒരു ഡിസ്ട്രിക്ട് മുഴുവൻ നിങ്ങളുടെ ചുമതലയിലാണ്. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, തൊട്ടടുത്തുള്ള സ്കൂളിൽ ഒരു പ്രശ്നം നടക്കുന്നു. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്ത കുക്ക്, അപ്പോൾ മിഡ് ഡേ, നൂൺ മീൽസ്, ഫ്രീ മീൽസ് ഒക്കെ ഉണ്ട്. അവിടെ കുക്ക് ചെയ്ത ആള് ഹീസ് ഫ്രം എ ട്രൈബൽ ഏരിയ, ആദിവാസികളുടെ കൂട്ടത്തിൽ നിന്നാണ്. അപ്പോ പേരന്റ് ഉച്ചയ്ക്ക് വരെ പോയപ്പോൾ അദ്ദേഹം വൃത്തിയില്ലാതെ സാധനങ്ങളൊക്കെ വെക്കുന്നു. അവിടെ ഒരു സെക്യുലർ സ്കൂൾ ആണെങ്കിൽ പോലും നല്ല ഉദ്യോഗസ്ഥരെ, നല്ല കുഞ്ഞുങ്ങളും ഒക്കെയാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ പേരൻസ് ഡിസപ്പോയിന്റഡ്, ഇങ്ങനെ ഒരാളെ അവിടെ വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാന്ന് വിചാരിച്ചോ. വാട്ട് വിൽ യു ഡു ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ? നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എന്താണെന്നും നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും ഒന്ന് ചിന്തിക്കാവോ? ഞാൻ തന്നെ എല്ലാം പറയുന്നതിന് വരെയാണ് നിങ്ങളോടൊന്ന് ചിന്തിക്കാവോ എന്ന് ചോദിക്കുന്നത്. മനു ജയൻ, 3 പേരുടെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾ പോയി പറയുന്നു ഞങ്ങൾക്ക് ഭക്ഷണം കൃത്യമായി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇരിക്കാൻ. രണ്ടാമത്, പേരന്റ് നേരെ വന്ന് നോക്കിയപ്പോ പേരൻസിന് മനസ്സിലായി യാതൊരു വൃത്തിയില്ലാതെ ആദിവാസികൾ അവരുടെ ആഹാരം പാകം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും പാകം ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം. ദെൻ ഈഗോയിസം ഉണ്ട്. സൊസൈറ്റിയുടെ സ്ട്രാറ്റയില് വേറെ ഒരു തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് പ്രശ്നം. പിന്നെ ലാംഗ്വേജ്, കുട്ടികൾ നല്ല ഭാഷയല്ല പഠിക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്നും എന്നൊക്കെയുള്ള ഒരു കുറെ പരാതികളൊക്കെ വന്നെന്ന് വിചാരിച്ചു. ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ, യു ആർ ഇൻ ചാർജ് ഓഫ് ദാറ്റ് പ്ലേസ്. ആ റീജിയന്റെ ആണെങ്കിൽ വാട്ട് വിൽ യു ഡു? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞോ. നോ റൈറ്റ് ഓർ റോങ് ആൻസർ. ദിസ് ഇസ് യുവർ ചോയ്സ്. മാഡം പറയട്ടെ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നമ്മള് ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ മാഡം ആദ്യം പറഞ്ഞതുപോലെ ഈ ഇഷ്യൂ ലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ നേരിട്ട് ഈ സ്പോട്ടിലേക്ക് ഒരു വിസിറ്റ് നടത്തുകയാണ്. എന്നിട്ട് നമ്മൾ ഈ 3 പാർട്ടികളോടും നേരിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാണ്. കുക്കിനോട് സംസാരിക്കാം, കുക്കിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ അയാളുടെ ഭാഗം അയാൾ എങ്ങനെ പറയുന്നു എന്ന് നോക്കാം. കുട്ടികളോട്, എല്ലാ കുട്ടികളോടൊന്നും സംസാരിക്കാൻ കഴിയില്ല. കുറച്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരോട് സംസാരിക്കാം, മറ്റുള്ളവരുടെ സാന്നിധ്യമില്ലാതെ. ഈ പരാതി പറഞ്ഞ പാരന്റ്സിൽ 1-2 പേരോട് സംസാരിക്കാം. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. അങ്ങനെ ഇവര് ചിലപ്പോ ഒരു വിഭാഗം പറയുന്നത് വെറും ആരോപണങ്ങളായിരിക്കാം, മറ്റു 2 വിഭാഗത്തിന് ഒരു പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ കാരണങ്ങൾ കണ്ടെത്തി നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് ആദ്യം ഒരു അമിക്കബിൾ സൊല്യൂഷനിലൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം മറ്റു രീതിയിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഇഫക്റ്റീവായിട്ട്, മാഡം നേരത്തെ പറഞ്ഞ ആ ഒരു ഇഫക്റ്റീവ്നെസ് അവിടെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ് അഷ്റഫ് സാർ, വെരി ഗുഡ്. വെൽ സെഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ശരിക്കും ഫസ്റ്റിൽ ഞാൻ പറഞ്ഞ ഹൗ ടു സോൾവ് എ പ്രോബ്ലം. ഫസ്റ്റ് ഐഡന്റിഫൈ ദ ആക്ച്വൽ പ്രോബ്ലം. പേരൻസിന്റെ ആക്ച്വൽ പ്രോബ്ലം വൃത്തിയായിട്ട് ഭക്ഷണം വയ്ക്കുന്നില്ല. ഞാൻ പറയാണ്, ഈ ട്രൈബൽ ഏരിയയിലാണെങ്കിലും അയാളെ പെർമനന്റ് പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്താന്ന് വിചാരിച്ചു.
സ്കൂളില് പ്യൂണായിട്ടോ എന്തെങ്കിലും പെർമനന്റ് പോസ്റ്റിൽ അപ്ലൈ ചെയ്താണ്. അദ്ദേഹം കഷ്ടപ്പെട്ടായിരിക്കും ആ ജോലിക്ക് ഒത്തിരി ടെസ്റ്റ് ഉണ്ടെങ്കിലോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞായിരിക്കും വന്ന് ജോയിൻ ചെയ്തത്. ഇറ്റ് ഇസ് നോട്ട് ഈസി. പുള്ളിയെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് ആണ്. അപ്പൊ നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൺസ്ട്രക്റ്റീവ് തോട്ട്സ് ആണ്. ഇപ്പൊ നമ്മുടെ അഷ്റഫ് സാർ പറഞ്ഞ പോലെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു പ്രോബ്ലം ഉണ്ട്, വൃത്തിയില്ലാതെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്. എന്താണ്? രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലം ഉണ്ട്. ഒന്ന് ഫുഡിന്റെ റിലേറ്റഡ് അറൌണ്ട് ദ ഫുഡ്, ആൻഡ് ദ അതർ വൺ ഈസ് ദർ ഈഗോയിസം. ട്രൈബൽ ഏരിയയിലുള്ള ഒരാൾ ഞങ്ങളുടെ കൊച്ചിന് ഭക്ഷണം വെച്ചു കൊടുക്കേണ്ട. ഈ രണ്ട് കാര്യങ്ങളാണ് മേജർ ഫോക്കസ്. ഫുഡിന്റെ കാര്യത്തിൽ നല്ല പാത്രങ്ങളും അടുക്കളയൊക്കെ വളരെ വൃത്തിയാക്കി വെക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനൊരു ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുമ്പോൾ അത് സോൾവ് ആകും. ദെൻ അബൌട്ട് ദി ഓറിയന്റേഷൻ, ഇങ്ങനെ നമുക്ക് അവിടുത്തെ NGO അസോസിയേഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് കമ്മ്യൂണിറ്റി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മനുഷ്യരെ വേർതിരിക്കേണ്ട കാര്യമില്ല എന്നും എല്ലാവരും ഒരുപോലെയാണെന്നും ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഈക്വാളിറ്റി ഒരു റൈറ്റ് ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവരെ ഇൻക്ലൂസീവ്നെസ്സിന് പ്രേരിപ്പിക്കുക. ഇൻക്ലൂഷൻ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് ഇൻക്ലൂസീവ്നെസ്. അപ്പോൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? മോഡിഫൈ ചെയ്യാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. തീർച്ചയായിട്ടും ഇത് ട്രാൻസ്ഫോർമേഷന്റെ ഒരു അവസരമാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യാന്നാണ് ലോജിക്കലായിട്ട്, ആൻഡ് യു ഷുഡ് ബി ലോജിക്കലി കൺസിസ്റ്റന്റ് ഓൾസോ. അപ്പോ കാര്യങ്ങൾക്ക് ഹ്യൂമൻ കൺസിഡറേഷൻ കൊടുക്കണം. ഹ്യൂമൻ കൺസേൺ വെനെവർ ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ഹ്യൂമൻ കൺസേൺ ഉണ്ടാവണം. പക്ഷേ അതിനകത്ത് എന്ത് വരരുത്? ഇല്ലീഗൽ ആയിട്ടുള്ളതൊന്നും വരാൻ പാടില്ല. നിങ്ങളുടെ കൺസ്ട്രക്റ്റീവ്, ആർക്കും പ്രശ്നമില്ലാതെ ഇത് എങ്ങനെ ചെയ്യണം? ലോങ് റണ്ണില് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു വേദിയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു. ദെൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം എ കാൻഡിഡേറ്റ്? നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇപ്പൊ ഇതൊരു വളരെ നല്ലൊരു ഉത്തരമാണ്, നിങ്ങൾ ചിന്തിച്ച് പറഞ്ഞ ഉത്തരമാണ്. ഞാൻ പറഞ്ഞ പ്രോസസ്സിലൂടെ നിങ്ങൾ പോയി ആക്ച്വൽ പ്രോബ്ലം എന്താന്ന് കണ്ടുപിടിച്ചു. 2 പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. ഈ 2 പ്രോബ്ലംസിനെ ഏത് തരത്തിൽ കൺസ്ട്രക്റ്റീവായിട്ട് മാറ്റിയെടുക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയി ഒരു ഉത്തരം പറയുന്നതിൽ ഒരർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മൈൻഡ്ഫുൾനെസ്സോടുകൂടി ക്ലാസ് ചോദ്യം ചോദിക്കുക, കേൾക്കുക, അതിന്റെ ആൻസർ ഫോക്കസ് ചെയ്യേണ്ട എവിടാണെന്നുള്ളിടത്ത് ആങ്കർ ചെയ്യുക. നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ പറയുക. ആ യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് പറയുമ്പോൾ അത്യാവശ്യം വേണ്ട ബേസും കൊടുക്കുക. ഇന്ന തലങ്ങളിലുള്ള ചർച്ചയിൽ ഇങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ്. ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി based on your integrity, honesty, and it should reflect your commitment also, your firmness. നിങ്ങൾ ഒരു ഇന്റഗ്രിറ്റിയിൽ ഫേം ആണെന്നുള്ളതും ഒക്കെ കാണിക്കണം. then it should reflect your patience. എടുപടി എന്നൊരു ഉത്തരം പറയുന്നതിന് പകരം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അത് എങ്ങനെ ചിന്തിച്ച് തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നു എന്നുള്ളതും ഇവിടെ പ്രസക്തമാണ്. അപ്പോ ഈ കോഴ്സിന്റെ ഇടയിൽ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ല ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാം. എന്ത് കാര്യങ്ങളും എത്ര ഭംഗിയായിട്ട് നല്ല ഭാഷയിൽ പ്രകടിപ്പിക്കാം. ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. അത് നന്നായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എനിക്കിനി 4 മിനിറ്റ് കൂടെ ഉള്ളൂ. സാർ സമയമായി അല്ലേ സാർ? സാർ മ്യൂട്ടഡ് ആണ്. സാർ ഗംഗാരൻ സാർ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലല്ലോ സാറേ. ഈസ് ഇറ്റ് ഓഡിബിൾ ടു യു? നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല. ഹലോ ടീച്ചറെ. യെസ് അജയ്കുമാർ സാർ. പറഞ്ഞു ടീച്ചർ, പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പറയാം. ഓക്കെ. സാർ വന്നോണ്ട് എനിക്കൊരു സംശയം, സമയം കഴിഞ്ഞത് കൊണ്ടാണോ എന്നുള്ളത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. സാറ് വന്നോ? അല്ല, ഗംഗാധരൻ സാറ് ഓണാക്കിയോണി. അല്ല, ഹരിലാൽ സാറിന് എനിക്ക് അത്ര പരിചയമില്ല. ഓക്കെ. അപ്പോ
നിങ്ങൾക്ക് കേസ് സ്റ്റഡികൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഒരു നിങ്ങളുടെ മുമ്പിൽ ഒരു സീനിയർ ആളാണ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അതെങ്ങനെ നിങ്ങളത് തരണം ചെയ്യും എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളത് മെയിൻ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഓരോ ഇതിലും ആന്റി കറപ്ഷൻ എന്ത് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ ഇവിൾസിന് വിമൻ അട്രോസിറ്റീസ് അഗൻസ്റ്റ് വിമൻ, അതിന് നിങ്ങൾക്ക് കുറച്ച് നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറച്ച് പ്ലാൻസ് വേണം. ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനകത്തുള്ള എത്തിക്കൽ ബേസ് എന്തായിരിക്കണം എന്നുള്ളതൊക്കെ പ്രത്യേകം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ആന്റി കറപ്ഷൻ, അത് നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ആന്റി കറപ്ഷന് നമുക്ക് വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ ഡു, ഇതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പണ്ട് ഒരു ഫയൽ കിട്ടിയാൽ എത്ര മാസം വേണേലും വെച്ചാലും ആരും ഒന്നും പറയില്ല. അതിനിപ്പോ 3 മാസത്തിനിടയ്ക്ക് ഫയല് ക്ലോസ് ചെയ്യണമെന്നും ആരെപ്പോ ചോദിച്ചാലും അതിന്റെ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കണമെന്നും റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് ആർക്കും എന്തും അവരുടെ റൈറ്റ് ആണ് അതൊക്കെ എടുക്കാൻ, ഏത് ഇൻഫർമേഷനും അറിയാൻ എന്നുള്ളതും ഒക്കെ വന്നപ്പോ ഒരു പരിധി വരെ നമുക്ക് കുറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് ഒരു ആന്റി കറപ്ഷൻ സ്ട്രാറ്റജി അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് തന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ആന്റി കറപ്ഷൻ സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ദി എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വലിയ സോഷ്യൽ ഇവളാണ് കറപ്ഷൻ. അതിന് വാട്ട് ഓൾ സ്ട്രാറ്റജീസ് വി ക്യാൻ അഡോപ്റ്റ്, ഒരു കറപ്ഷനെ നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാൻ എന്ത് കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? വാട്ട് ഓൾ തിങ്സ് വി ഹാവ് ടു കെപ്റ്റ് ഇൻ മൈൻഡ്? എനിബഡി? എനിവേ, ആർക്കെങ്കിലും പറയാനുണ്ടോ? യെസ്, എനിബഡി? സോ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരണം കേട്ടോ. നിങ്ങൾ പറയുമ്പോഴാണ് കുറച്ചുകൂടെ അത് ഉള്ളിൽ വരികയും കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ പിന്നെ ആഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾവേസ് അണ്ടർ യുവർ ഫീറ്റ്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പറയാനും ഉള്ള ഗ്രാബ് എവറി ഓപ്പർച്യൂണിറ്റി, പറയാനോ സംസാരിക്കാനോ ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഗ്രാബ് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് വളരാനുള്ള ഒരു മാർഗമാണ്. യെസ് ഷൈൻ? ഹലോ. യെസ് ഹലോ. യെസ് ഷൈൻ, യു ആർ വെരി ഓഡിബിൾ. ഓക്കെ മാം. പറഞ്ഞോ. എന്റെ ഒരു സജഷനില് ഈ കറപ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഈ കറപ്ഷൻ പ്രാക്ടീസില് ഈ ബ്രൈബ് കൊടുക്കുന്നവരും ഉണ്ട്, അതുപോലെ ഇത് വാങ്ങിക്കുന്നവരും. അപ്പൊ അതിനകത്ത് പബ്ലിക്കിന്റെ സൈഡിൽ ഒരു അവയർനെസ് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പല ഓഫീസുകളിലും പലപ്പോഴും ഈ ബ്രൈബിന് റീസൺ തന്നെ ഇപ്പോൾ ഡിലേ ആകുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും ഫയൽ പ്രോസസ്സിംഗ് ഡിലേ വരുമ്പോൾ അതൊന്ന് സ്പീഡപ്പ് ആക്കുക, അല്ലെ അതൊരു പാഷ്യൻസ് ഇല്ല എന്നൊരു അവസ്ഥ വരാറുണ്ട്. പലപ്പോഴും പാഷ്യൻസ് ഇല്ലാത്തത് കാരണം അത് പെട്ടെന്ന് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ പല ഓഫീസുകളിലും പബ്ലിക്കിന് അവയർനെസ് കുറവാണ്, തങ്ങൾക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്നുള്ളതിന് നമ്മുടെ ഇടയ്ക്ക് സിറ്റിസൺ ചാർട്ടർ പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബോധ്യം ഉണ്ടാവും. അപ്പോൾ എത്ര ടൈം കൊണ്ട് അവർക്കിത് നോർമലി തന്നെ ഇത് കിട്ടും. അപ്പോൾ ബ്രൈബിന്റെ ഒരു സാഹചര്യം അവിടെ കുറയ്ക്കാൻ കഴിയും. യെസ്, വെരി ഗുഡ് ഷൈൻ. ഇത് ഇപ്പൊ ഷൈൻ ചിന്തിച്ചില്ലേ? അതാണ് ഞാൻ പറയുന്നത്. രണ്ട് ഭാഗങ്ങളിലും നമുക്ക് ചെയ്യാനുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് സാധ്യത. ഇപ്പൊ ഷൈൻ ഇപ്പോ ഓഫീസിലെ ആളുകളുടെ കാര്യം മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഒരു വൺ സൈഡഡ് ആയി പോയനെ. ഇപ്പൊ ഷൈൻ പറഞ്ഞപ്പോ കണ്ടോ, രണ്ട് ഭാഗത്തും നമുക്ക് ചെയ്യാനുണ്ട്. ഇതാണ് എൻഹാൻസ്മെന്റ്. നമുക്ക് എവിടൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമ്മളൊരു വൈഡർ സെൻസ്, വൈഡർ ആയോ, നമ്മളൊരു പുതിയ ഒരു ഇതാണ്. നമുക്ക് എത്ര വൈഡായിട്ട് ചിന്തിക്കാൻ പറ്റുമോ അത്രയും വൈഡായിട്ട്. ഇപ്പൊ രണ്ട് ഭാഗത്തും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഭാഗത്ത് അവരുടെ റൈറ്റിനെ പറ്റി, അവർക്ക് അവകാശപ്പെട്ടതിനെ പറ്റി ഒരു ഓറിയന്റേഷൻ കൊടുക്കുക. മറ്റിടത്ത് ഇത് തെറ്റാണെന്നും ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു വാർണിംഗും കൊടുക്കുക. ഈ രണ്ട് ഭാഗത്തു നിന്നും ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആന്റി കറപ്ഷൻ ഇത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഇനി മറ്റൊരെണ്ണം ഞാൻ ഇടാണ്, അട്രോസിറ്റീസ് അമംഗ്സ് വിമൻ. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളായിട്ട് 47 തൊട്ട് നമ്മൾ ഒത്തിരി
സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ അട്രോസിറ്റീസ്, ഡൊമസ്റ്റിക് വയലൻസ്. ഇതൊക്കെ ഇങ്ങനെ പെരുകുമ്പോൾ നമുക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാൻ പറ്റും? നമ്മുടെ ഒരു സ്ഥലത്ത് നമ്മളിപ്പോ ഒരു റൂറൽ ഏരിയയിൽ വെച്ചിരിക്കുകയെന്ന് വെച്ചോ, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. എന്നും ഇതുപോലുള്ള പരാതികൾ ഒരുപാട് വരുന്നു. പക്ഷെ ഇത് ഒരു കുടുംബത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ ഒരു സ്ഥലം മുഴുവൻ അതിന്റെ ഒരു റിഫ്ലക്ഷൻസ്, അതിന്റെ ഒരു റിപ്പിൾ എഫക്റ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ വാട്ട് വിൽ യു ഡു? ഇത് കുറയ്ക്കണമല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിബഡി? പറയാനുണ്ട്? യെസ് സുബൈ, ഗുഡ്. ദീർഘകാല പദ്ധതികളും ഹ്രസ്വകാല പദ്ധതികളും വേണ്ടിവരും. ദീർഘകാല പദ്ധതികൾ എന്ന് പറയുന്നത് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന അവബോധമാണ് ഇതിലൊരു പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ 3 വർഷത്തേക്ക്, 5 വർഷത്തേക്ക്, 10 വർഷത്തേക്ക്, 20 വർഷത്തേക്ക് എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് ഒരു കർമ്മ പരിപാടി നമ്മൾ ഉണ്ടാക്കണം. ആ കർമ്മ പരിപാടിക്ക് അനുസരിച്ച് നമ്മുടെ ഈ എക്സിക്യൂട്ടീവ്സിലെ ഓരോ വിഭാഗവും, അത് വനിതാ ശിശു വികസന വകുപ്പ് മാത്രമല്ല, സാമൂഹ്യനീതി വകുപ്പ് മാത്രമല്ല, പോലീസ് മാത്രമല്ല, കുടുംബശ്രീ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലേക്കും അത് എത്തുന്ന തരത്തിലുള്ള കർമ്മ പരിപാടി ഉണ്ടാക്കുകയും നടപ്പാക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നിലവിലുള്ള നിയമങ്ങൾ വളരെ കൃത്യമായും അതോടൊപ്പം തന്നെ അത് ശക്തമായി നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ആവശ്യമുണ്ട്. അത് നടപ്പാകുന്നു എന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങൾ, ഷെൽട്ടർ ഹോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി രൂപീകരിക്കുക എന്നുള്ളത് കൂടി ഹ്രസ്വകാലത്തേക്ക് നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടോ, ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ ഒരു ഭാഗത്ത് നിന്നും നമ്മുടെ ആരാണിപ്പോ പറഞ്ഞത്? സുബൈർ അല്ലെ? വെരി ഗുഡ്. കണ്ടോ, ഒരു അട്രോസിറ്റി വരുമ്പോ അല്ലെങ്കിൽ ഒരു വയലൻസ് ഓഫ് ലോ അങ്ങനെ വരുമ്പോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ലോങ് പീരീഡ്, ഷോർട്ട് പീരീഡ്, 3 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം അത് പറഞ്ഞത് മനസ്സിലായോ? ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു 5 വർഷത്തേക്ക് ചെയ്യേണ്ട കാര്യം, ലോങ് റണ്ണിൽ എന്തൊക്കെ ചെയ്യാം. ഇങ്ങനെ ഒരു അവലോകനമാണ് അനാലിസിസ്. ഫസ്റ്റ് 1, ഐഡന്റിഫൈ ദ ആക്ച്വൽ പ്രോബ്ലം, ദെൻ അനലൈസ്, ദെൻ ഡേറ്റ നമുക്ക് എന്തുണ്ട് അതിനെ അനലൈസ് ചെയ്യുക, ലോങ് റണ്ണിൽ എന്താണ് പ്രയോജനപ്പെടുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരം പറയുക. നെവർ ഫോർഗെറ്റ് ദ ബിഗ് 5 ക്വസ്റ്റ്യൻസ് വിൽ ഗിവ് യു ഡെഫിനറ്റ്ലി റിച്ച് ഡിവിഡൻസ്. നൗ ആസ്ക് നൗ ആൻഡ് ദെൻ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ശരിയായ ട്രാക്കിലാണോ? സ്റ്റേയിങ് ഫോക്കസ്ഡ്, ശരിയായ ഫോക്കസിൽ തന്നെയാണോ ഞാൻ നടക്കുന്നത്? ഏണി ശരിയായ ചുമരിലാണോ ചാരി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞ ആ മൈൻഡ്ഫുൾനെസിന്റെ 5 big questions, never forget it. So thus I am concluding. So thank you all best good wishes to one and all. Thank you so much.